ഹലോ, ഇന്നൊരു നാടൻ റെസിപ്പി കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി തരാൻ പോണത്. അതൊരു രസമാണ്. അത് പച്ചമാങ്ങ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വാളംപുളി വയറിന് പിടിക്കാത്തവർക്കും കൂടി ഇതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടോ. മാങ്ങാ സീസൺ ആയതുകൊണ്ട് മാങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. കുറച്ച് പുളിയുള്ളതും കുറച്ച് മഞ്ഞക്കളർ വന്ന മാങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ്. ഞാനിവിടെ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു മാങ്ങ മതി 3-4 പേർക്ക് കഴിക്കാം. ഇതൊന്ന് തൊലിയൊക്കെ ചെത്തി ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. ക്ലീൻ ചെയ്തതിന് ശേഷം മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലേക്ക് ഇടാം. മാങ്ങയുടെ കൂടെ തന്നെ 2 ടീസ്പൂൺ പരിപ്പ് കഴുകിയെടുത്തത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിലടിച്ചാൽ കുക്കർ ഓഫ് ചെയ്യാം. ഇനി ഒരു ചെറിയ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇതെല്ലാം ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കാം. മസാല നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു വലിയ വെളുത്തുള്ളി അല്ലികളായിട്ട് എടുത്തിട്ടുണ്ട്, 5 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു കടായിയോ അല്ലെങ്കിൽ ചട്ടിയോ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1/4 ടീസ്പൂൺ കടുക്, 3-4 വറ്റൽമുളക് ആഡ് ചെയ്തതിന് ശേഷം മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുമ്പോൾ ചതച്ച് വെച്ച മസാല ആഡ് ചെയ്യാം. അതും നന്നായി മൂക്കുന്നവരെ ഇളക്കി കൊടുക്കുക. മസാല മൂത്തതിന് ശേഷം കുക്കറിൽ വേവിച്ച മാങ്ങയും പരിപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ആ കഷ്ണങ്ങളായി കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. രസം കുറച്ച് വെള്ളം പോലെയല്ലേ ആവശ്യം നമുക്ക്. അപ്പോൾ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ആവശ്യമാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് മല്ലിയിലയാണ്. ഞാൻ 1/4 കപ്പ് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ആഡ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് തിളച്ചോട്ടെ. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ വെള്ളം പോലത്തെ രസമാണ് വേണ്ടതെങ്കിൽ പരിപ്പും മാങ്ങയും കൂടിയിട്ട് മിക്സിയിൽ അരച്ച് ചേർത്തിട്ട് ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും പച്ചമാങ്ങ രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.